KPCC പ്രസിഡന്റ് കെ സുധാകരനായിരിക്കും കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതെന്ന് അറിയുന്നു. നിർഭാഗ്യകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലൊരു വിഷമമുണ്ടോ? സാധാരണ പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് കോൺഗ്രസ് കൂടുതൽ കരുത്താർജിച്ച് സംസ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം പ്രവർത്തകരാണ് സംസ്ഥാനത്ത്. അപ്പൊ പല ആക്ഷൻസും സാധാരണക്കാരെ, പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹൈബീഡൻ വളരെ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യമാണ്. അത് താഴെ തട്ടിൽ നിന്ന് നമ്മൾ തന്നെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് കൂടിയാണ്. കാരണം UDF ഏറ്റവും അനുകൂലമായ ഒരു ഘടകത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സമരാഗ്നി പോലെ ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുന്നു, ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുന്നു, എല്ലായിടങ്ങളിലും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു, നമ്മളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അത് സാധാരണ പ്രവർത്തകരുടെ മൊറയിലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ഗൗരവമേറിയ വിഷയം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ പാർട്ടി ഫോറങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിസാരവൽക്കരിച്ച് കാണരുത്. അത് പ്രവർത്തകരെ സംബന്ധിച്ചും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും. ഞാനിപ്പോൾ ഒരു കഫേ, ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു ചായക്കടയിലോ എവിടെ പോയാലും ആളുകൾ ഞങ്ങൾ അധികാരത്തിൽ വരണം എന്ന്, നിങ്ങൾക്ക് അധികാരത്തിൽ വരണ്ടേ എന്നാ ചോദിക്കുന്നു. ഇത്തരം ചില ചെയ്തികൾ അങ്ങനെ മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വളരെ നിർഭാഗ്യകരം എന്നതാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, ഓപ്പണായിട്ട് അത് പറയുന്നു എന്നതിൽ താങ്കൾക്ക് ആ ഒരു കരുത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ചർച്ച് ബില്ല് വരാൻ പോകുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം. ഓർത്തഡോക്സിന്റെ ഇന്നലെ പ്രധാനപ്പെട്ട കത്തോലിക്ക ബാവ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതെല്ലാം UDFന് അനുകൂലമാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? വന്യമൃഗശല്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു, വയനാട്, ഇടുക്കി. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ 8 വർഷത്തെ പ്രവർത്തനം, ഈ സർക്കാരിനെ വിലയിരുത്തുന്ന പ്രവർത്തനം നമുക്ക് പരിശോധിച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങളും അസ്വസ്ഥരാണ്. ഇപ്പോൾ പ്രൈസ് റൈസ് നമ്മൾ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വിലക്കയറ്റം ദേശാഭിമാനിയുടെ മുൻ പേജിലുണ്ടായിരുന്നാണ് 5 വർഷം ഒരു അവശ്യ സാധനങ്ങൾ കൂടില്ല. ആദ്യഘട്ടത്തിൽ കൂട്ടിയില്ല. അല്ല, ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള പ്രയാസകരമായ അന്തരീക്ഷം. ഞാൻ അരുണൊരു ചെറിയൊരു ഉദാഹരണം പറയും. ഇപ്പൊ ലൈഫ് ഭവന പദ്ധതിയിൽ ഇത്ര വീടുകൾ പണിതു എന്ന് പറയുന്നു. 50,000 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതിയിലുള്ള കോൺട്രിബ്യൂഷൻ. ആണോ? 52,000 രൂപ. ബാക്കി 3,28,800 ഇല്ലേ? ഞാൻ പറയുന്നത് ഇപ്പൊ ഏർബന്റെ കാര്യം. റൂറൽ ആണെങ്കിലും അവര് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മറ്റു വികസന പദ്ധതികൾക്ക് ചെലവഴിക്കേണ്ട പണമാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം പദ്ധതി ഉണ്ടായിരുന്നു, SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ഇതെല്ലാം ലൈഫായി. ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ഒരു വീട് പണിയുക, സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുക, സാധാരണക്കാർക്ക് ജീവിക്കുക എന്നുള്ളത് വലിയ കഠിനമായ ഒരു കാര്യമായി ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഇത് നന്നായി പ്രതിഫലിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോ പ്രചരണത്തിന്റെ ചൂടിലേക്ക് ഇറങ്ങുകയാണ്. സ്ട്രാറ്റജികളൊക്കെ പാട്ട് വല്ലതുമായോ? പ്രചരണത്തിന്റെ പല പാട്ടുകളും വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കമ്മിങ് സൂൺ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ധാരാളം ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ഹൈബി വളരെ കോൺഫിഡൻസിലാണ്. തന്നെ മാർക്കിട്ടോളൂ എന്നാണ് MP പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾക്കൊരു ബ്രേക്കിംഗ് കൂടി തന്നിട്ടുണ്ട്. ആ ബ്രേക്കിംഗും വളരെ സന്തോഷകരമായ കാര്യമാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ളവർ ഈ വളരെ അനുകൂലമായ UDFന് രാഷ്ട്രീയ അന്തരീക്ഷമുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും UDF പ്രവർത്തകർക്കിടയിൽ അവരുടെ മൊറൈലിനെ ബാധിക്കുന്നത് ശ്രദ്ധിക്കണം എന്നാണ് ഹൈബീഡൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഹൈബീഡൻ, മനസ്സ് തുറന്നതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.